ഞാൻ എക്സോർസം പ്രാർത്ഥന നടത്തുമ്പോൾ കാണാറുള്ളത് ആരും തന്നെ മാനിഫെസ്റ്റേഷൻ എടുക്കുകയില്ല. ഇങ്ങനെയുള്ള ചേഷ്ടകളൊന്നും കാണിക്കാൻ അനുവദിക്കുകയില്ല. ദുർമന്ത്രവാദം വഴി അല്ലെങ്കിൽ മന്ത്രവാദം വഴി പിശാചുകളെ പുറത്താക്കുന്നത്. ഒരു മന്ത്രവാദി ദുർമന്ത്രവാദം കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുകയല്ല, പിശാചിനെ ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും കാണുന്ന മാനിഫെസ്റ്റേഷൻസ് ഡെലിവറൻസ് അല്ല, അത് ട്രാൻസ്ഫർ ആകുന്ന ഒരു സ്പിരിറ്റിനെയാണ്. ഏതെങ്കിലും ഇതിലുള്ള ഒരു ഓബ്ജക്റ്റ് അറിവോടുകൂടിയോ അറിവില്ലാതെയോ അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്നു, കയ്യിൽ സൂക്ഷിക്കുന്നു, അതൊരു പിശാചിൻ്റെ ഓബ്ജക്റ്റാണ്. ആ ഓബ്ജക്റ്റ് ഉള്ളിടത്തോളം കാലം പിശാചിന് ഇയാളുടെ മേലൊരു സ്വാധീനം ഉണ്ടാകാം. ചെന്ന് കഴിയുമ്പോൾ ഭിത്തി നേടുകയെ പിളർന്ന് കിടപ്പുണ്ട്, അതിനൊന്നൊരു ഏലസ് ചരടോടുകൂടി ചാടി നിലത്ത് കിടപ്പുണ്ട്. അവരെത്ര വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവരെ പിശാചിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ഈശോയെ പോലും പരീക്ഷിച്ചല്ലോ. ഇനി എന്നെ പിശാച് തൊടുകയില്ലെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ യേശുവിനോട് ചേർന്ന് ഞാൻ പുറത്തു വരും എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ്. നമ്മൾ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ അടിമപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ സാധാരണ സമയം നമ്മുടെ പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യരെ പോലെയാവും. പക്ഷേ ചില സമയത്ത് ചില ആരാധന സമയത്ത് അല്ലെങ്കിൽ ചില വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് ഇവർ വല്ലാതെ വയലൻ്റായിട്ട് മറ്റൊരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ വേറൊരു സൗണ്ടിലൊക്കെ ആക്രോശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് അവരിലുള്ള ഒരു പൈശാചികശക്തി ആ സമയത്ത് വെളിപ്പെടുന്നതാണ്. അവരിലുണ്ട്, പക്ഷേ അതിനങ്ങനെ പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഇവരെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടത്തുന്നയാളെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ അവർ ഈ അധികാരം ഉപയോഗിക്കരുത്, പിശാചിന് ഇയാളെ വിട്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത്. ഞാൻ എക്സോർസം പ്രാർത്ഥന നടത്തുമ്പോൾ കാണാറുള്ളത് ആരും തന്നെ മാനിഫെസ്റ്റേഷൻ എടുക്കുകയില്ല. ഇങ്ങനെയുള്ള ചേഷ്ടകളൊന്നും കാണിക്കാൻ അനുവദിക്കുകയില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലൊരു കമാൻഡ് കൊടുത്തിരിക്കണം. ഇവിടെ ഈ ഡ്രാമയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഐ ആം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു സീ യുവർ ഡ്രാമ. ഐ എം ഗോയിങ് ടു ബൈൻഡ് യു, കാസ്റ്റ് യു ഔട്ട് ആൻഡ് സെൻഡ് ടു ദ ഫീറ്റ് ഓഫ് ജീസസ്. ഐ എം ഗോയിങ് ടു എക്സസൈസ് മൈ പവർ ആൻഡ് അതോറിറ്റി. പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും, അതേസമയം മനസ്സിലത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാനിവിടെ നിൽക്കുന്നത് പിശാചിൻ്റെ വേഷം കെട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. ഞാൻ നിന്നെ ഔദ്യോഗികമായിട്ട് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും നിർവീര്യമാക്കാനും യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അയക്കാനുമായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുമ്പോഴാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാത്തത്. അതല്ലെങ്കിൽ ധാരാളം മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും കാണുന്ന മാനിഫെസ്റ്റേഷൻസ് ഡെലിവറൻസ് അല്ല, അത് ട്രാൻസ്ഫർ ആകുന്ന ഒരു സ്പിരിറ്റിനെയാണ്. ഇപ്പോൾ 2 സൈസ് എക്സോർസിസ്റ്റ് ഉണ്ട്, പ്രൊഫൈൻ എക്സോർസിസ്റ്റ് ആൻഡ് സ്പിരിച്വൽ എക്സോർസിസ്റ്റ്, അല്ലെങ്കിൽ പ്രൊഫൈൻ എക്സോർസിസ്റ്റ്, കാത്തലിക് എക്സോർസിസ്റ്റ്. ഒരു പ്രൊഫൈൻ എക്സോർസിസ്റ്റ് ഒരു മന്ത്രവാദി ദുർമന്ത്രവാദം കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുകയല്ല, പിശാചിനെ ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഒരാളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരു മരത്തിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് ആവഹിച്ചു വിടുന്നു. എന്നാൽ ഒരു കാത്തലിക് എക്സോർസിസ്റ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്നെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വിടുന്നു. അതൊരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും കാണുന്നത് ഇത്തരത്തിലുള്ള അധികാരമല്ല ഉപയോഗിക്കുന്നത്. ഒരാളിൽ നിന്ന് കുറേ മാനിഫെസ്റ്റേഷൻസൊക്കെ കണ്ട് പുറത്ത് ചാടുന്നു, അത് വേറെ ആളിൽ പ്രവേശിക്കുന്നു, വേറെ ആളിൽ പ്രവേശിക്കുന്നു, അതിൻ്റെ 10-15 പേര് അവിടെ പൊസസ്ഡ് ആകുകയാണ്. പിറ്റേ ആഴ്ച പ്രാർത്ഥനാ മീറ്റിങ്ങിനോ ശുശ്രൂഷയ്ക്കോ വരുമ്പോൾ 15 പേരാണ് മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നത്. ഈ 15 പേരിൽ ആവശ്യത്തിരിക്കുന്ന ഒരു ആത്മാവ് വേറെ 30ലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനെ ഒരിക്കലും ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആൾക്കോ അധികാരം കിട്ടാത്ത ആൾക്കോ ബഹിഷ്കരിക്കാനായിട്ട് സാധിക്കുകയില്ല, ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുകയുള്ളൂ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിയുമ്പോൾ ആദ്യം പൊസസ് ചെയ്യുന്ന ആൾക്ക് ഒരു വിടുതൽ കിട്ടി, അവർക്ക് വേണ്ടി പ്രശ്നമില്ല. പക്ഷേ വേറെ അനേകം പേര് അവിടെ പൊസസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ പോകരുത് എന്നാണ് സഭ പറയുന്നത്. പിശാചിൻ്റെ മാനിഫെസ്റ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ ആ പാസ്റ്ററിനോ ആ വൈദികനോ ആ പ്രാർത്ഥന നടത്തുന്ന ബ്രദറിനോ സിസ്റ്ററിനോ ഇതിന് അധികാരമില്ല. അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ മറ്റൊരു വ്യക്തിയിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ എന്തെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടാവുമോ? അല്ലെങ്കിൽ സാധാരണഗതിയിൽ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവരിൽ ഈ തിന്മയുടെ സ്വാധീനം വരാം. ഒന്നാമത്തത്, പിശാച് തന്നെ ഒരു തീരുമാനമെടുത്ത് അവരെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനമെടുത്ത് അവരിലേക്ക് വരുന്നു, ഒരു അവസ്ഥയാണത്. രണ്ടാമത്തത്, ഇവർ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിന്മയിൽ ഒരു മോർട്ടൽ സിൻ മാരകഭാവത്തിൽ മനഃപൂർവ്വം വസിക്കാനായിട്ട് തീരുമാനിച്ചു.
അപ്പോൾ അവരിലും ഇങ്ങനെ ഒരു തിന്മയുടെ സ്വാധീനം വരാനുള്ള സാധ്യതയുണ്ട്. അത് വേറൊരാൾ ദുർമന്ത്രവാദം ചെയ്യുന്നു, ഇവരിലേക്ക് ഒരു പിശാചിനെ ആവസിപ്പിച്ചിട്ട് വിടുന്നു. മൂന്നാമത്തത്. നാലാമത്തത്, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഓബ്ജക്റ്റ് അറിവോടുകൂടിയോ അറിവില്ലാതെയോ അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്നു, കയ്യിൽ സൂക്ഷിക്കുന്നു. അതൊരു പിശാചിൻ്റെ ഓബ്ജക്റ്റാണ്. ആ ഓബ്ജക്റ്റ് ഉള്ളിടത്തോളം കാലം പിശാചിന് ഇയാളുടെ മേലൊരു സ്വാധീനം ഉണ്ടാകാം. ഇതാണ് പ്രധാനമായിട്ടൊരു 4 അവസ്ഥകളെക്കുറിച്ച് പറയുന്നത്. 4 കാര്യങ്ങളിലൂടെ പിശാച് ഒരു മനുഷ്യനിലേക്ക് സ്വാധീനം ചെലുത്താം. പിശാചിൻ്റെ തന്നെ തീരുമാനം, അവിടെ വ്യക്തികൾ നിരപരാധികളാണ്. സ്വന്തമായ ഒരു തീരുമാനം, മാരകഭാവങ്ങളിൽ വസിക്കാനുള്ള ആഗ്രഹം, മനസ്സ് തിരിയാനുള്ള താല്പര്യമില്ല, അവരെ വേണമെങ്കിൽ പ്രൊസസ്സ് ചെയ്യാം, നിർബന്ധമില്ല, വേണമെങ്കിൽ പ്രൊസസ്സ് ചെയ്യാം. മൂന്നാമത്തത്, ഒരു ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ടു പോയ ആളിലേക്ക് പിശാചുക്കൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പ്രവേശിച്ച് അതിന് പ്രശ്നങ്ങളുണ്ടാക്കാം. നാലാമത്തേത്, എന്തെങ്കിലും ഓബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൂടെ വരാം. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എടുത്ത് കളയാൻ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് എടുക്കാനോ കുഴിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കൃപയുടെ ഒരു വൈദികൻ, എസോസിൻ്റെ ഒരു വൈദികൻ അതിനെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുതകളോ ഇവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് ഹന്നാമെള്ളം തെളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഓബ്ജക്ട്സ് എല്ലാം പ്രവർത്തനരഹിതമാകുകയാണ്. ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആൾ ചിന്തിച്ചിട്ട് കുഴിക്കുകയാണെങ്കിൽ അവിടെ പല ഓബ്ജക്ട്സുകളും പിശാച് ഉടനെ കൊണ്ട് വെച്ചിരിക്കും. അതവിടെ ഉണ്ടാകും. 100 കൊല്ലം പഴക്കം ഉള്ള ഓബ്ജക്റ്റുകളൊക്കെ അവിടെ തന്നെ വരുന്നതാണ്. ഈ വസ്തുതകളൊക്കെ അവിടെ തനിയെ വരുന്നതാണ്, പിശാച് കൊണ്ട് വയ്ക്കുന്നതാണത്. നമ്മളെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവിടെ നമ്മൾ എടുക്കുവാനോ കുഴിക്കുവാനോ അത് മാറ്റിക്കളയാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായേക്കാം, അതെല്ലാം നിർവീര്യമാക്കപ്പെടുകയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ ദുർമന്ത്രവാദം വഴി അല്ലെങ്കിൽ മന്ത്രവാദം വഴി പിശാചുകളെ പുറത്താക്കുന്നത്, അത് അങ്ങനെ അവർക്ക് സാധിക്കുമോ പുറത്താക്കാൻ? ഒരു മന്ത്രവാദിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അവർ പിശാചിൻ്റെ കൂടെ നടക്കുന്നവരാണ്, പിശാചിന് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ്. അവർക്ക് അതിലൂടെ ഒത്തിരി ലാഭങ്ങളുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടാകാം, അല്ലെങ്കിൽ പേരോ പ്രശസ്തിയൊക്കെ ഉണ്ടാകാം. അവർ ചെയ്യുന്നത് ഈ ദുരാത്മാവിനോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ നിന്നെ ബന്ധിക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നുമില്ല, നീ പോയി സ്വസ്ഥമായ വിധത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളിൽ പ്രവേശിച്ചു കൊള്ളുക, മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പിശാചിനുള്ള സന്തോഷമായി അതിലേക്ക് അവർ മാറ്റം ചെയ്യപ്പെടുന്നു. ചിലതുണ്ട് മാറ്റം ചെയ്താലും മാറ്റം ചെയ്യപ്പെടാത്ത അവസ്ഥയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുമായിരിക്കും. ട്രിച്ചിയിൽ നിന്ന് ഒരു ബ്രാഹ്മണ കുടുംബം ഇവിടെ വന്നു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഈ മന്ത്രവാദിയുടെ, കാരണം എല്ലാവരും അറിയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ദുർമന്ത്രവാദിയാണ്, ഒരു അസ്ട്രോളജറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെറിയ മകൾ വളരെ സുന്ദരിയാണ്. ട്രിച്ചിയിലെ സെൻറ്റ് ജോസഫ് കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ വലിയൊരു വ്യവസായിയുടെ മകനുമായിട്ട് ഈ അസ്ട്രോളജർ ഒരു വിവാഹം നിശ്ചയിച്ചു. ഈ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ പ്രത്യേകിച്ച് അനുവാദമൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ അത് നല്ലൊരു പയ്യനാണ്, അവനുമായിട്ട് വിവാഹം നിശ്ചയിച്ചു. അപ്പോൾ ഈ മകൾ MCA ഒക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ ഇവനെ വിവാഹം കഴിക്കണം, നമുക്കൊത്തിരി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്, നിനക്കും നിൻ്റെ അമ്മയ്ക്കും പിതാവിനൊക്കെ വളരെ ഗുണവും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ചെയ്യണം. ഇവള് പറഞ്ഞ് ഞാനതിന് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു ആത്മാവിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ആത്മാവിനെ വിളിച്ചു ഇവളിലേക്ക് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഇയാളുടെ അനറക്സിയ എന്ന് പറഞ്ഞൊരു രോഗം അത് ഉടനെ ആ ദിവസം തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, ആഹാരത്തിൽ നോക്കുമ്പം രക്തമാണ് കാണുന്നത്. പിന്നെ അവർ ക്ഷീണിച്ച് 28 കിലോ ആയിട്ട് മാറി. അപ്പോൾ ഈ മന്ത്രവാദിക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് മനസ്താവം തോന്നി. ഈ ആത്മാവിനോട് പറഞ്ഞു, നീ ഇവളിൽ നിന്ന് വിട്ടു വേറെ ആളിലേക്ക് പോയി ആവസിക്കുക. ഈ ആത്മാവ് പറഞ്ഞു, ഞാൻ ഒരു കാലത്തും വിട്ടു പോവുകയില്ലെന്ന് പറഞ്ഞു. ഒരിക്കൽ ഇതിനെ സൃഷ്ടിച്ച് വേറൊരാളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിൻവലിക്കാം, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന ദുരാത്മാവായതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ദുരാത്മാവിനെ വേറെ ആളിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചില്ല. ഈ മകൾ മരിക്കാറായി. അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഫാദർ ജോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇത് അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങേർക്ക് മാത്രം ഇതിനെ ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ യേശുക്രിസ്തുവിലേക്ക് പറഞ്ഞു വിടാനോ സാധിക്കുകയുള്ളൂ, എനിക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ മരണത്തിന് തയ്യാറായിക്കൊള്ളുക. അങ്ങനെ അവരിവിടെ വീൽ ചെയറിലെത്തി. ഇവർ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 1992
ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ തന്നെ രൂപപ്പെടുത്തിയതാണ്. പരിശുദ്ധാത്മാവ് തന്നതനുസരിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഐ ബൈൻഡ് യു, കാസ്റ്റ് യു ഔട്ട്, സെൻഡ് യു ടു ദ ഫീറ്റ് ഓഫ് ജീസസ്, ബി ദെയർ അണ്ടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോഡ്. ഇങ്ങനെ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. നിന്നെ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വിടുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവരെ നീ അവിടെ ബന്ധിക്കപ്പെടണം. ആ ഒരു പ്രാർത്ഥന 1992 പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ആ പ്രാർത്ഥന എല്ലി കഴിഞ്ഞപ്പോൾ ഇയാൾ വിടുതൽ പ്രാപിച്ചു. അന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് പുഷ്ടിപ്പെട്ട് മാമസയൊക്കെ സ്വീകരിച്ച് കുടുംബം മുഴുവനും കർത്താവിലേക്ക് വന്നു. അവരിന്ന് കാനഡയിൽ മോൺട്രിയോളിൽ നന്നായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഇപ്പോൾ അവർ കത്തോലിക്കരാണ്. അപ്പോൾ ഒരിക്കൽ ഓരോ ക്രിയേറ്റ് ചെയ്ത ഒരാൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു വിളിക്കുക അത്ര എളുപ്പമല്ല. ദുർമന്ത്രവാദികൾ ചെയ്യുന്നത് വേറൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ ശാസിക്കാനോ ഒന്നുമുള്ള അധികാരമില്ല. അതുകൊണ്ട് അവർ മറ്റൊരാളിലേക്ക് മാറ്റും. അങ്ങനെ ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങളെ നമ്മൾ കാണാറുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും നിർവീര്യമാക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ചില വസ്തുക്കളിൽ ദുരാത്മാക്കൾ അത് എങ്ങനെയാണ്? അത് ചിലത് ഇത്തരത്തിൽ ദുരാത്മാക്കളെ ആവാഹിച്ചുകൊണ്ടുള്ള ഒരു വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നതാണോ, അല്ലെങ്കിൽ അത് ചില ഭവനങ്ങളിലേക്ക്? അത് മന്ത്രവാദികൾ ഒരു വസ്തു രൂപപ്പെടുത്തിയിട്ട് അതിലേക്ക് ഒരു ദുരാത്മാവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ ദുരാത്മാക്കളുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ദുരാത്മാവ് അതിൽ വന്ന് ആവസിക്കും. അതല്ലെങ്കിൽ പിശാചുക്കൾക്ക് 80 സീലുകളുണ്ട്. ഓരോ സീലിനും ഓരോ വിധത്തിലുള്ള അർത്ഥമുണ്ട്. അങ്ങനെ ഒരു സീല് ദുർമന്ത്രവാദം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കും. 80 സീലുകൾ കൊടുക്കും. ആ സ്റ്റാമ്പ് പതിപ്പിച്ച ഓരോ ഓബ്ജക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരാത്മാവ് വരും. ഇനി ആ സീല് വെച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദുരാത്മാവിനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ഒരു ദുരാത്മാവിനെ ആവശ്യപ്പെടുകയാണ് ലൂസിഫറിനോട്. അപ്പോൾ ഒരു ദുരാത്മാവ് ഒരു ഓബ്ജക്റ്റിൽ വന്ന് പ്രവേശിക്കും. ആ ഓബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കുടുംബത്തിൽ നല്ലൊരു കോൺട്രാക്ടറാണ്. അങ്ങേർക്ക് നല്ല ബിസിനസ്സൊക്കെ ഉണ്ട്. 7 മക്കളുണ്ട്. നല്ല വിശ്വാസത്തിൽ വളരുന്ന നല്ലൊരു കുടുംബം. അപ്പോൾ അവരുടെ വീട് പണിയുന്ന അവസരത്തിൽ ആർക്കോ അസൂയ തോന്നിയിട്ടാകാം, അവർക്ക് കുറേ പൈസ കൊടുത്തിട്ടായിരിക്കാം, ഒരു മെയ്സൺ കൊണ്ടുവന്ന് ഒരു ഏലസ് പോലൊരു സാധനം, ഒരു ചരടും ഒരു ഏലസും കൊണ്ടുവന്ന് അവരുടെ ഭിത്തിയുടെ ബാത്റൂമിൽ അത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അതാരും അറിയുന്നില്ല. പക്ഷേ അവർ സിമെൻറ്റ് ചെയ്ത കൂട്ടത്തിൽ അതും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വീട് പണി പൂർത്തിയായതോടുകൂടി ഇങ്ങർക്ക് സാമ്പത്തികമായ നഷ്ടം വരുന്നു. പിള്ളേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. രോഗങ്ങളെല്ലാം വരുന്നു. പിള്ളേർ തർക്കുത്തരം പറയാൻ തുടങ്ങി. പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവർ പള്ളിയിൽ പോകാതായി, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാതായി, പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതായി. അങ്ങനെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ കോൺട്രാക്റ്റ് തളർന്നു. അങ്ങനെ ഇരിക്കുക അവർ അവരുടെ വികാരിയച്ഛനോട് സംസാരിച്ചു. വികാരിയച്ഛൻ പറഞ്ഞു, ഇത് ചിലപ്പം ഭൂതോച്ചാടനത്തിൻ്റെ ഭാഗമായിരിക്കാം, നിങ്ങൾ ബിഷപ്പിനെ ഒന്ന് കാണുക. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കണ്ടു. അപ്പോൾ ബിഷപ്പ് എനിക്കൊരു എഴുത്ത് തന്നു. അച്ഛനെ ഞാൻ നിയോഗിച്ചിരിക്കുകയാണ്, ആ വീട് വെഞ്ചരിച്ച് ഭൂതങ്ങളെ പുറത്താക്കാനായിട്ടുള്ള അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു പേറ്റൻറ്റ് തന്നു. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു. അതിൻ്റെ തലേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വീട്ടുകാരുള്ളവരോടും കുമ്പസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവർ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചു. പക്ഷേ ആ പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ച സമയത്ത് എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്, പോകാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഞാൻ വെഞ്ചരിച്ച് തരുന്ന വെള്ളം കൊണ്ടുപോയിട്ട് അത് ആശീർവദിച്ച ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് ഈ വെള്ളം കൊണ്ടുപോയി നിങ്ങളവിടെ തെളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. ഞാൻ ഇന്ന് വരുന്നില്ല. അതനുസരിച്ച് അവർ ഈ വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരും തെളിച്ചു. അപ്പോൾ വലിയൊരു ബോംബ് പൊട്ടുന്ന പോലൊരു സ്വരം അവർ കേട്ടു. അപ്പോൾ അവർ വിചാരിച്ചാൽ ഗീസറെല്ലാം വല്ലതും പൊട്ടിത്തെറിച്ചായിരിക്കും ബാത്റൂമിൽ. ചെന്ന് കഴിഞ്ഞപ്പം ഭിത്തി നേടുകയെ പിളർന്ന് കിടപ്പുണ്ട്. അതിനകത്തൊരു ഏലസ് ചരടോടുകൂടി ചാടി നിലത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഏലസ് ഇങ്ങനെ വലിയൊരു ശബ്ദത്തോടു കൂടി നിലത്ത് വീണിട്ടുണ്ട്, അത് എടുത്ത് തീയിലിട്ട് നശിപ്പിച്ചേക്കാൻ പറഞ്ഞു. അതിനുശേഷം അവരത് പേസ്റ്റ് ചെയ്ത് വീണ്ടും ബാത്റൂമൊക്കെ നന്നാക്കി എടുത്തു. അങ്ങനെ ആ സ്ഫോടനം അവിടെ ഉണ്ടായി. അതോടുകൂടി അവർക്ക് വിടുതൽ കിട്ടി. പിറ്റേ ദിവസം മുതൽ അവർക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. കോൺട്രാക്റ്റ് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. പിള്ളേരുടെ വിശ്വാസം എല്ലാം തിരിച്ചു വന്നു. അവരെല്ലാം പള്ളിയിൽ പോകാൻ തുടങ്ങി. തർക്കത്തിൽ അവസാനിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു. പഴയതുപോലെ ഒരു ജീവിതശൈലി അവർക്ക് വന്നു. അങ്ങനെ ഒരു 5-8 കൊല്ലം അവർ ഇതുപോലെ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിനുശേഷം അവർക്ക് വിടുതൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഓബ്ജക്റ്റുകൾ ഇരിക്കുമ്പോൾ നമ്മളത് കുഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ, എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീരുകയില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും.
പാലായിലൊരു ഇഷ്ടികളം നടത്തുന്ന ഒരു നല്ലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് ധാരാളം പണം സമ്പാദിച്ചു. മറ്റൊരാൾക്കും അസൂയ തോന്നിയിട്ട് അവിടെയെല്ലാം എലിയുടെ രോമങ്ങൾ, ഒരു എലിയെ കൊന്ന് അതിൻ്റെ തൊലി എടുത്ത് പന്ത് പോലെയാക്കുക. അതിൻ്റെ രോമമുള്ള ഭാഗം അകത്തേക്കും രോമമില്ലാത്ത ഭാഗം പുറത്തേക്കും വരാവുന്ന വിധത്തിൽ അങ്ങനെ എല്ലാ ദിവസവും അവരുടെ ഇഷ്ടികകളത്തിൽ 100 കണക്കിന് എലികളുടെ ഈ തൊലികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അദ്ദേഹം അതെല്ലാം കൂടി ഇങ്ങനെ വാരി കൂട്ടി കൊണ്ടുവന്ന് കത്തിക്കും. അതൊരിക്കലും തീരുന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടികകളും 0 ലെവലിലെത്തി. അങ്ങനെ ഇരിക്കുക അവരെന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങളെല്ലാം കൊഴിഞ്ഞു. ആ വീട്ടിലുള്ള എല്ലാവരുടെയും രോമങ്ങൾ ഒന്നുപോലും തലയിലോ ദേഹത്തോ ഇല്ലാത്തതുകൊണ്ടും പൂർണ്ണമായിട്ടും രോമങ്ങളെല്ലാം നശിച്ചു. അലോപ്പസിയ വന്ന ആളുകളെ പോലെ അവർ കംപ്ലീറ്റായിട്ട് രോമങ്ങളെല്ലാം പോയി. പുരിയം വരെ പൊഴിഞ്ഞു പോയി എല്ലാവരുടെയും. പക്ഷേ ഈ ഓബ്ജക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ആ സ്ഥലത്ത് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ ആശ്രമത്തിലിരുന്നു കൊണ്ട് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് നിർവീര്യമാക്കി നാളെ മുതൽ അവിടെ ഈ എലിയുടെ തുകലോ അല്ലെങ്കിൽ രോമങ്ങളോ ഒന്നും കാണാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു കൽപ്പന കൊടുത്ത് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞിരിക്കുന്ന പ്ലാനുകളനുസരിച്ച് ഞാനത് മനസ്സിൽ കണ്ടു. അവരുടെ ഇഷ്ടികളും ആശീർവദിച്ചു. ഉപ്പും ജലവും ആശീർവദിച്ചു കൊടുത്തു. അവരതുകൊണ്ട് തളിച്ചു. പിന്നെ അത് പിറ്റേ ദിവസം മുതൽ അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഈ എലികളുടെ രോമങ്ങളോ അല്ലെങ്കിൽ തൊലികളോ ഒന്നും കാണാൻ സാധിച്ചില്ല. അതിൻ്റെ 1 മാസം കൊണ്ട് അവരുടെ രോമ വളർച്ചയെല്ലാം ശരീരത്തിൽ രൂപപ്പെട്ടു. പഴയതുപോലെ ബിസിനസ് രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇങ്ങനെ ഓബ്ജക്ട്സുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാം. അത് പിശാചുകൾ കൊണ്ടുവരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വയ്ക്കുന്നതാകാം. അത് എന്തു തന്നെ ആയിരുന്നാലും ഒരു എക്സോർസിസ്റ്റിന് അതിനെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഭവനത്തിൻ്റെ ആയാലും മറ്റേ നമ്മൾ വീടുകളെല്ലാം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വികാരിച്ചമാരെ വന്ന് വെഞ്ചിരിക്കുന്നതാണ്, പ്രാർത്ഥിച്ച് വന്ന് വെഞ്ചിരിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ ശത്രുക്കൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വൈദികൻ്റെ ആശീർവാദത്തോടെ അല്ലെങ്കിൽ ഒരു വെഞ്ചിരിപ്പിലൂടെ ഇത്തരത്തിലുള്ള ആത്മാക്കൾ പോകേണ്ടതല്ലേ? സാധാരണ ഒരു വെഞ്ചരിപ്പിലൂടെ അത് പോകുന്നില്ല. സഭ നമ്മളെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് കോമ്പൻഡിയം ഓഫ് ദ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 160-ാമത്തേത്. ഇതൊരു കാരിസമാണ്. കാരിസം എല്ലാവർക്കും കിട്ടുന്നില്ല. ഗിഫ്റ്റ് എല്ലാ വൈദികർക്കും എല്ലാ മനുഷ്യർക്കും പരിശുദ്ധാത്മാവ് കൊടുക്കാം. ദാനങ്ങൾ എല്ലാവർക്കും ഉണ്ട്, വരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ളത് ഒരു വരമാണ്. 9 വരങ്ങളിൽ ഒന്നാണ് ഡിസേൺമെൻറ്റ്. ഡിസേൺമെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ചിലർക്ക് കൊടുക്കുന്നു. ഈ വരം സഭ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഇല്ല. ആത്മാവിൻ്റെ 9 വരങ്ങൾ എല്ലാവർക്കും ഇല്ല. മാമോദിസായിലൂടെ അത് കിട്ടുന്നില്ല. പക്ഷേ ദൈവം അവർക്ക് ചിലർക്ക് ഇങ്ങനെയുള്ള സിദ്ധികൾ നൽകുന്നു. ഇതാണ് സഭ പഠിപ്പിക്കുന്ന 160-ാമത്തെ ഖണ്ഡികയിൽ. ചിലർക്ക് ഈ സിദ്ധികൾ കിട്ടുന്നു. അങ്ങനെ ഒരു സിദ്ധി കിട്ടിയ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വൈദികനല്ലാതെ ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വൈദികനും അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ബിഷപ്പ്, ഒരു മെത്രാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തണം. അച്ഛനെ എൻ്റെ രൂപതയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ പൈശാചിക പ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാനുള്ള ഞാൻ അച്ഛനെ നിയമിച്ചാക്കുന്നു. അപ്പോഴാണ് ഈ കൃപ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ ഏകദേശം 7 വർഷമായിട്ട് ഒഫീഷ്യൽ എക്സോർസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ബിഷപ്പ് എന്നോട് ആവശ്യപ്പെട്ടു, ഇവിടെയുള്ള ഈ രൂപതയിലുള്ള എല്ലാ ദുരാത്മാക്കളുടെ മേലും അച്ഛൻ അധികാരം ഉപയോഗിച്ച് ഈ വീടുകളെയും വ്യക്തികളെയും ഒക്കെ സ്വതന്ത്രമാക്കാനുള്ള കൃപ തന്നിരിക്കുന്നു. ഈ CIC കാനൻ ലോ 1172-ാമത്തെ ഖണ്ഡികയിൽ സഭയുടെ നിയമാവലി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. കാനൻ ലോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വൈദികന് മാത്രമേ എക്സോർസിസ്റ്റ് ആകാൻ പറ്റുകയുള്ളൂ. അതും ഒരു ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിശ്ചയിച്ച് കൊടുക്കുന്ന കാലയളവിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു സ്ഥലത്ത് കിട്ടുന്ന പെർമിഷൻ എല്ലായിടത്തും ഉപയോഗിക്കാം. ആ പ്രത്യേക സ്ഥലത്ത് അതിന് മുടക്ക് ഒന്നും ഇല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് ഈ കൃപ ഉപയോഗിക്കാം. നമ്മൾ പ്രാർത്ഥനയിലാണെങ്കിൽ ഒരു പക്ഷേ നല്ല ഭക്തിയിൽ പ്രാർത്ഥന എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, വചനം വായിക്കുന്നു, അല്ലെങ്കിൽ ജപമാല ചൊല്ലുന്നു, കയ്യിലെപ്പോഴും ഒരു ജപമാല കൊണ്ട് നടക്കുന്നു. അത്തരത്തിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്ന വ്യക്തികളെ ഈ ആത്മാക്കൾക്ക് ഇത്തരത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? നല്ല ആളുകളെയാണ് കൂടുതലായിട്ട് പിശാചുക്കൾ പിടിക്കുകയുള്ളൂ. കാരണം അവർ ദൈവത്തിലേക്ക് പോവുകയും രക്ഷിക്കപ്പെടാനുള്ളവരുമാണ്. അവരെ നശിപ്പിച്ച് സ്വന്തം പക്ഷത്താക്കാനായിട്ടാണ് പീഡനങ്ങൾ കൊണ്ടുവരുന്നത്. ഇതെല്ലാം പീഡനങ്ങളാണ്. ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്, പക്ഷേ ദൈവം കൊടുക്കുന്നതല്ല പീഡനങ്ങൾ. അവരെത്ര വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവരെ പിശാചിന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ഈശോയെ പോലും പരീക്ഷിച്ചല്ലോ.
ഏത് മനുഷ്യനെയും പീഡിപ്പിക്കാം. 2 തിമോത്തിയോസ് 3:12 ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിശാച് പീഡിപ്പിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ പീഡനമേൽക്കും. ദൈവം തൻ്റെ ആളുകളെ ഒരിക്കലും പീഡിപ്പിക്കുകയില്ല. പക്ഷേ പിശാച് അവരെ പീഡിപ്പിക്കും. ദൈവത്തിൽ നിന്ന് അവരെ തിരിച്ചെടുത്ത് തന്നിലേക്ക് ചേർത്ത് കുറച്ചുകൂടി തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ പീഡിപ്പിക്കും. അപ്പോൾ ഈ പീഡന ഏൽക്കുന്ന ആളുകൾ ദൈവത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ ശപിക്കാനോ ഒക്കെ ഇടയാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാച് വിജയിക്കും. അതല്ലെങ്കിൽ ആത്മാവിൻ്റെ ബലം ഉപയോഗിച്ച് ഓരോ ദിവസവും വിടുതൽ പ്രാപിക്കാനേ സാധിക്കുകയുള്ളൂ. പിശാചിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും മോചനം പ്രാപിക്കാനായിട്ട്, അതായത് ഇനി എന്നെ പിശാച് തൊടുകയില്ലെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ യേശുവിനോട് ചേർന്ന് ഞാൻ പുറത്തു വരും എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ കോൺഫിഡൻസ്. അതാണ് സഭ പഠിപ്പിക്കുന്നതും. നമുക്ക് എല്ലാ ദിവസവും ഈ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള ഒരു യുദ്ധമുണ്ട്, ഒരു ആത്മീയ യുദ്ധമുണ്ട്. അവിടെ നമ്മൾ വിശ്വാസത്താലും പ്രാർത്ഥനയാലും സഭയുടെ സഹായത്താലും കൂദാശകളാലും കൂദാശ അനുകരണങ്ങളാലും നമ്മൾ പുറത്ത് കിടക്കുകയാണ്. അതേ സാധിക്കുകയുള്ളൂ. നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയും പിശാചുകൾ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അവരൊക്കെ അതിൽ നിന്ന് പുറത്തു വരും. മരിയ ജോൺ വിയാനി പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. അതുപോലെ ഇന്നും നമ്മുടെ ഇടയിലൊക്കെ താമസിക്കുന്ന വിശുദ്ധരായ ആളുകൾക്ക് കഷ്ടതകൾ മാത്രമേ ചിലപ്പോൾ കാണാനുള്ളൂ. പക്ഷേ അവിടെ അവർക്ക് പിശാചിൻ്റെ വിജയം വരിക്കാനായിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെയുള്ള ഭൂതോച്ചാരണ പ്രാർത്ഥനകളൊക്കെ സഹായിക്കും. പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് സെൻട്രോ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഈ ലോകത്തിൽ, ഭൂഗുരുത്വാകർഷണം. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇത് ലോ ഓഫ് സിൻ, ലോ ഓഫ് ഈവിൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് എല്ലാവരിലും പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷപ്പെടുന്ന ആളുകളിൽ അവർ തന്നെ ഒരു പരിശ്രമമൊക്കെ എടുത്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പരിശ്രമിക്കണം. എല്ലാവരെയും പിശാച് ആവശ്യിക്കുന്നില്ല. എല്ലായിടത്തോടെയും പിശാചുകളുണ്ട് എങ്കിലും അതെല്ലാവരിലും പ്രവർത്തനക്ഷമമായി മാറുന്നില്ല. എന്താണ് അങ്ങനെ ആകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിശാച് അവരെ തിരഞ്ഞെടുത്തില്ല, അത്രയേ ഉള്ളൂ. അത് നമ്മൾ തിന്മ ചെയ്തിട്ടോ അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരു ദുർമന്ത്രവാദിയുടെ ഇഷ്ടമനുസരിച്ച് ഇത് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങളിലൊക്കെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സ്വാധീനിക്കാം. അച്ഛൻ ആദ്യമായി ചെയ്ത ഒരു എക്സോർസിസം അച്ഛൻ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ആ സമയം? ആദ്യമായിട്ട് ഈ എക്സോർസിസിൻ്റെ കുറവ് ഞാൻ തിരിച്ചറിയുന്നത് ഒരു ധ്യാനത്തിന് 1984 പോകുന്ന അവസരത്തിൽ ഒരു നഗ്നയായ ഒരു സ്ത്രീ ഒരു അരിവാളുമായിട്ട് എൻ്റെ നേരെ ചാടി വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ കയറാൻ നിന്നെ അനുവദിക്കുകയില്ല. അപ്പോൾ അവരൊരു മാനസിക രോഗിണിയായ സ്ത്രീയാണ്. അവരെ സ്കിസോഫ്രീനിയായോ അല്ലെങ്കിൽ മാനസികമായോ ഏതോ വിഭ്രാന്തിയുള്ള ആളുകളാണ്. പക്ഷേ ആ ദിവസം ഇവർ പുറത്ത് ചാടി. ആ വീട്ടിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ അവരിങ്ങനെ നഗ്നയായിട്ടൊരു അരിവാൾ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഭയാനകമായൊരു അവസ്ഥ. അപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇത് മാനസിക രോഗമായിരിക്കുകയില്ല, നീ ഇപ്പോൾ തന്നെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. ഉടനെ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയില്ലേ, ഐ ബൈൻഡ് യു, കാസ്റ്റ് യു ഔട്ട് ആൻഡ് സെൻഡ് ടു ദ ഫീറ്റ് ഓഫ് ജീസസ്. അതിൻ്റെ മനസ്സിലെ ഞങ്ങളുടെ ഇല്ലയാണ്, ഞാൻ നിന്നെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. അതിലൂടെ ആ സ്ത്രീ ആ അരിവാളിങ്ങനെ താഴേക്ക് ഇട്ടു. വീട്ടിലേക്ക് ഓടിക്കയറി കുറച്ച് വസ്ത്രമൊക്കെ ധരിച്ച് നോർമലായിട്ട് തിരിച്ചു വരികയാണ്. ഇതാണ് 1984 ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവം. അതിനുശേഷം ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇതാണ് ആദ്യത്തേതായിട്ട് ഞാൻ ഓർക്കുന്നത്. അച്ഛൻ നേരിട്ട് ഏറ്റവും വെല്ലുവിളിയുള്ള ഒരു സമയം എപ്പോഴായിരുന്നു ഈ ഒരു എക്സോർസിസം സമയത്ത്? വെല്ലുവിളിയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ജർമ്മനിയിൽ വെച്ച് ഒരു പയ്യൻ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നവരാകാം. ഞാൻ ആ ഇടവകയിൽ ഇല്ലർബർഗ് എന്ന് പറയുന്നൊരു ഇടവകയിൽ ധ്യാനം നടത്തിയ അവസരത്തിൽ ഔസ്ബർഗ് ഡയസാണ് 4 പോലീസുകാർ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. അവൻ ഏതോ ബ്ലാക്ക് മാസിനൊക്കെ പോയി ഒരു ചാത്താൻ സേവയ്ക്കൊക്കെ പോയി അവനിലേക്ക് ഒരു പിശാച് ആവശ്യിച്ചിട്ടുണ്ട്. മാനസിക രോഗത്തിൻ്റെ മരുന്നുകൾ കഴിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവർ 4 പോലീസുകാർ, ജർമ്മൻ പോലീസുകാർ ഇവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഡിസേൺമെൻറ്റ് കിട്ടണം. 1995 സംഭവം നടക്കുന്നത്. ആ അവസരത്തിൽ ഈ പിശാചുകളെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ ചില അവസരത്തിൽ ആളുകൾ മരിക്കാറുണ്ട്, പിശാച് അവരെ കൊല്ലാറുണ്ട്. ഇപ്പോൾ ഈ ജർമ്മനിയിൽ പ്രത്യേകിച്ച് എക്സോർസിസം പ്രാർത്ഥന നടത്താൻ പാടില്ല. അങ്ങനെ 2 അച്ഛന്മാർ ഒരു വീട്ടിൽ പോയി ഈ ഭൂതോച്ചാടനം നടത്തി
ആ സ്ത്രീ മരിച്ചുപോയി. ഈ രണ്ടച്ഛന്മാരെ ഈ പിശാച് കൊന്നു. അതിനുശേഷം ജർമ്മനിയിൽ ഭൂതോച്ചാടന പ്രാർത്ഥന നിരോധിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആൾ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തി ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അതിൻ്റേതായ പ്രത്യാഘാതങ്ങളുണ്ടാവും. അതേസമയം ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടുകാർ കഷ്ടതയിലാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവരോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, കിട്ടിയിരിക്കുന്ന വരം ഉപയോഗിച്ച് ഉറക്കെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ആരും അറിയാൻ പോകുന്നില്ലല്ലോ, മനസ്സിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. നീ ഈശോയെ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. യു അക്സെപ്റ്റ് ജീസസ് യുവർ ലോഡ്? നോ, ഐ ആം ദ ലോഡ്. വൈ ഷുഡ് ഐ അക്സെപ്റ്റ് സംബഡി എൽസ് ആസ് മൈ ലോഡ്? ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്, എൻ്റെ രക്ഷകനാണ്, ഐ അക്സെപ്റ്റ് ഹിം ആസ് മൈ ലോഡ്. ദാറ്റ് ഈസ് യുവർ ബിഗസ്റ്റ് മിസ്റ്റേക്ക്. വൈ യു ഹാവ് ടു അക്സെപ്റ്റ് സംബഡീസ് ലോഡ്ഷിപ്പ്? യു ഹാവ് ടു ബിക്കം ലോഡ് ഓഫ് യുവർ സെൽഫ്. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴവൻ നിലത്ത് ശാന്തമായിട്ട് വീണ് കഴിഞ്ഞ ശേഷം അവനിങ്ങനെ നിലത്തുനിന്ന് 2 അടി പൊങ്ങി. അവനെ പിശാച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇവനെ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഉറക്കെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ്. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡായി കഴിഞ്ഞു. ഇവൻ മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് വരും. ആ സമയത്ത് മാനസികമായിട്ടൊരു പ്രാർത്ഥന നടത്തി മനസ്സിലത് പ്രാർത്ഥിച്ചു. ഇവൻ താഴെ വന്നു, ശാന്തമായി അവൻ എഴുന്നേറ്റു. അതിനുശേഷം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2005 ഞാൻ ഇടവകയിൽ ചെന്നു. ഇവനും ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ വന്നു. വിവാഹമൊക്കെ കഴിച്ച് 2 മക്കളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അവൻ നല്ലൊരു സാധാരണ ജീവൻ നയിക്കുന്ന ഒരു ജർമ്മൻകാരനായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ അതൊരു ചലഞ്ചായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഒരു റെക്കോർഡഡ് ആകും. അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു മാനസിക പ്രാർത്ഥന, നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ പിശാച് തിരിച്ചറിയുകയും അത് നമുക്ക് അധികാരമുണ്ടെങ്കിൽ ആ പിശാച് അവനെ വിട്ടുപോവുകയും അല്ലെങ്കിൽ ആ വ്യക്തിയെ വിട്ടുപോവുകയും ചെയ്യും.